സോ, നമ്മള് നെക്സ്റ്റ് വീക്കത്തേക്ക് നോക്കേണ്ട 5 സ്റ്റോക്സിനെ പറ്റിയായിരിക്കും നമ്മള് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ മുന്നേ നമ്മൾ കഴിഞ്ഞ വീക്കും ഇതുപോലെ 5 സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മളെ പ്ലാൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം നമ്മൾ എന്താണോ കഴിഞ്ഞ വീക്ക് പ്ലാൻ ചെയ്തത് അതുപോലെയാണോ മാർക്കറ്റ് മൂവ് ചെയ്തത് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കേണ്ട സ്റ്റോക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് ബാലകൃഷ്ണയുടെയാണ്. അപ്പോൾ നമ്മളെ പ്ലാൻ ഇതായിരുന്നു, ബാലകൃഷ്ണയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് അപ്പ് പോകാനാണ് ചാൻസ്. അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ വരച്ച ഒരു സോണിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ചിലപ്പോൾ അപ്പ് ട്രെൻഡ് പോവായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും അപ്പ് പോകാനാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് മാർക്കറ്റിൽ നോക്കുമ്പം അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് അതേപോലെ തന്നെ അപ്പ് പോയിട്ടുണ്ട്. തിരിച്ച് ആ ഒരു സോണ് റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ പ്ലാൻ കേട്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്ലാൻ ചെയ്ത് ബൈ എടുത്തവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമ്മൾ രണ്ടാമത് നോക്കിയ സ്റ്റോക്ക്, അതിൻ്റെ പ്ലാനും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് നോക്കിയത് ഗോദ്രേജിൻ്റെ ആയിരുന്നു. ഗോദ്രേജിൽ നമ്മൾ ഈ ഒരു സോണ് വന്നിട്ട് ഈ സോണിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് അവിടെ റീടെസ്റ്റിൽ നമ്മൾ അപ്പ് എൻട്രി എടുക്കും. അതായിരുന്നു നമ്മളെ പ്ലാൻ എ. അതല്ല, ആ സോൺ ബ്രേക്ക് ചെയ്ത് ഒരു ലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ലോവർ ഹൈ റീടെസ്റ്റിൽ നമുക്ക് സെൽ സൈഡ് നോക്കാം. ഇതായിരുന്നു നമ്മളെ പ്ലാൻ ബി. അപ്പം നമുക്ക് ഗോദ്രേജിൽ പോയിട്ട് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഗോദ്രേജിലും നമ്മൾ ആ പ്ലാൻ പോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് പോയി മുമ്പ് നമുക്ക് ബൈ എടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സോ നമ്മൾ ഗോദ്രേജിലും രണ്ടാമത്തെ സ്റ്റോക്കിലും നമ്മൾ എന്താണോ ഗ്രാഫിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് പ്രൈസ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയും ഈ പ്ലാൻ പോലെ ഇവിടുത്തെ ഒരു റീടെസ്റ്റിൽ എൻട്രി എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി കാണും. നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബ്രേക്ക്ഔട്ട്സിൽ എൻട്രി സജസ്റ്റ് ചെയ്യത്തില്ല, റീടെസ്റ്റ് ആണ് കുറച്ചുകൂടി സേഫ് എന്ന്. അപ്പോൾ സോ ഈ ഒരു പോയിന്റിലൊക്കെ പ്രോഫിറ്റ് മീൻസ് എൻട്രി എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി കാണുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടെക് മഹീന്ദ്രയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഹൈ ഉണ്ടാക്കാനാണ് കൂടുതലും ചാൻസ്. പ്ലാൻ എ അതായിരിക്കും. അതല്ലെങ്കിൽ ആ സോണിൽ നിന്ന് പ്രൈസ് ഒരു ലോ ഉണ്ടാക്കുവാണെങ്കിൽ മാത്രം നമുക്കൊരു സെൽ സൈഡ് നോക്കാം എന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. നമുക്കപ്പം ടെക് മഹീന്ദ്രയിൽ പോയിട്ട് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെയാണോ മാർക്കറ്റ് മൂവ് ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ടെക് മഹീന്ദ്ര നോക്കുമ്പോഴും നമ്മൾ വരച്ച ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് അപ്പ് തന്നെയാണ് പോയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ പ്രൈസ് നല്ല രീതിയിൽ ഒരു അപ്പ് പോയിട്ടുണ്ട്. സോ ഇവിടെയും ഈ പ്ലാൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യായിരുന്നു. ഈ ഒരു പ്ലാൻ അനുസരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ട്രാറ്റജീസ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഈ ഒരു പ്ലാൻ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് HDFCയുടെ സ്റ്റോക്കാണ്. സോ HDFCയിലെ ഫസ്റ്റ് നമ്മൾ പ്ലാൻ എന്തായിരുന്നു നമുക്ക് നോക്കാം. HDFCയിൽ നമ്മൾ പ്ലാൻ ചെയ്തത് ഇവിടെ നിന്നൊരു ഹൈ ഉണ്ടാക്കി, ഒന്നുകിൽ പ്രൈസ് ഇവിടെ വന്ന് ഈ ഒരു മെയിൻ ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടൊരു ഹൈ ഉണ്ടാക്കാനാണ് ചാൻസ്. അതല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ വരച്ച സോണിൽ വന്ന പ്രൈസ് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പ് പോകാനാണ് ചാൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് നോക്കാം എന്താണ് HDFCയിൽ ഈ വീക്ക് സംഭവിച്ചതെന്ന്. ഇത് തന്നെയാണ് HDFCയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സോണിൽ വന്ന പ്രൈസ് റീടെസ്റ്റ് ചെയ്ത് അപ്പോൾ പോവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ നമ്മൾ നാലാമത് പറഞ്ഞ സ്റ്റോക്കും ഓൾമോസ്റ്റ് അല്ല, എല്ലാം ആ രീതിക്ക് തന്നെയാണ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നമ്മളെ ലാസ്റ്റ് സ്റ്റോക്ക് ഏതാണ് നമുക്ക് നോക്കാം. സോ ഫൈനലി നമ്മളെ ലാസ്റ്റ് സ്റ്റോക്ക് ബജാജ് ഫിനാൻസിൽ നമുക്ക് 3 പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്നിൽ ഈ ഏരിയയിൽ വന്നിട്ട്
അപ്പ് ട്രെൻഡാണ് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു റീടെസ്റ്റിലൊരു ബൈ എടുക്കാം. അതിൽ രണ്ടാമത്തെ സോണിൽ വന്നാണ് ഒരു റീടെസ്റ്റ് വരുവാണെങ്കിൽ അവിടെ നമുക്ക് ബൈ എടുക്കാം. മൂന്നാമത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ എടുക്കാം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഈ 3 പ്ലാനിൽ ഏതാണ് നമുക്ക് ബജാജിൽ വർക്കൗട്ട് ആയെന്ന് നോക്കാം. സോ നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മളെ മൂന്നാമത്തെ പ്ലാനാണ് ഇവിടെ വർക്ക് ആയത് അല്ലേ. അതായത് ലോ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ്. സോ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് സുഖമായിട്ട് സെല്ല് എടുത്തിരുന്നെങ്കിൽ, ഷോർട്ട് സെല്ല് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. സോ ഇത് 5ഉം ആണ് നമ്മൾ പറഞ്ഞ പ്ലാന്. എല്ലാം ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് ഇവിടെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും റെസിസ്റ്റൻസ് സപ്പോർട്ടും ഒക്കെ കാട്ടിയും നല്ല രീതിയിൽ മാർക്കറ്റ് എന്താണോ, മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കിതുപോലെ മാർക്കറ്റ് എന്താണോ അടുത്ത് മൂവ് ചെയ്യാനെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സും ബാക്കി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടും അതിനെക്കാട്ടിയും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഏത് മാർക്കറ്റിലും നമുക്ക് നല്ല ട്രേഡ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീക്ക് സജസ്റ്റ് ചെയ്ത 5 സ്റ്റോക്സ് പോലെ നെക്സ്റ്റ് വീക്ക്, അതായത് ഈ മൺഡേ തൊട്ട് നെക്സ്റ്റ് ഫ്രൈഡേ വരെ നോക്കാനുള്ള 5 സ്റ്റോക്സും നമ്മളിവിടെ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അപ് ട്രെൻഡാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് അപ് ട്രെൻഡിലാണ്. സോ നമ്മൾ ബൈ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ ഇതിൽ എൻ്റെ മേജർ ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഞാൻ ഈ ഒരു ലെവൽ എന്താവും, ഇവിടെ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് ഞാൻ നോക്കും. സോ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെടുന്നതും നമുക്കിവിടെ കാണാം. സോ നമ്മളെ ഫസ്റ്റ് പ്ലാൻ എ ആൻഡ് ബി ഇതിലെന്താണെന്ന് വെച്ചാൽ ബൈ തന്നെയാണ്. കാര്യം ഇതൊരു അബ്സ്ട്രക്ചറാണ്. സോ ഇതിലെ പ്ലാൻ എ പ്രൈസ് ഇത് നല്ല രീതിക്കൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് ഒരു റീടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് റിജക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എടുക്കാം ഇങ്ങോട്ട്. അതല്ല പ്രൈസ് ആ ഒരു ലെവലിൽ നിന്നില്ല, താഴോട്ട് വന്നോ വീണ്ടും ഈ ഒരു ഏരിയയിൽ വന്ന് റിജക്ഷൻസ് തരുവാണെങ്കിൽ നമുക്ക് ഇത് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയും ഒരു ബൈ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിലെ നമ്മളെ ഫസ്റ്റ് 2 പ്ലാൻ ബൈ ചെയ്യാനാണ്. ഈ 2 ലെവലിൽ വന്ന് പ്രൈസ് റീടെസ്റ്റ് ചെയ്യുമ്പോൾ അണ്ടിൽ ഈ ഒരു ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെല്ലായിരിക്കും നോക്കുന്നത്. സോ വൺസ് ഇവിടെ പ്രൈസ് ഈ ഒരു കീ ലെവൽ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടെ പോയി ഈ ഒരു ലെവലിലൊക്കെ പ്രൈസ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെല്ലെടുക്കും. ഇതാണ് ഈ വീക്കിൽ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ആക്സിസ് ബാങ്ക് സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ബൈ ആണെന്ന് മനസ്സിലാവും. ഇവിടെ ഒരു ഹയർ ഹൈ, ഇവിടെ ഒരു ഹയർ ലോ, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി ഇപ്പോൾ പ്രൈസ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു ഇമ്മീഡിയറ്റ് ബൈക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഉണ്ട്. കാര്യം ഇവിടെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ താഴെ നിന്ന് റിജക്ഷൻ തരുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇമ്മീഡിയറ്റ് ബൈ തന്നെ നമ്മൾ നോക്കും. ഇതൊരു 4 hour ചാർട്ടാണ്. സോ 1 hourലെ 4 ക്യാൻഡിൽസ് നമുക്ക് കിട്ടും. സോ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജീസോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ല പ്രൈസ് അവിടുന്ന് നമുക്കൊരു ബുള്ളി സിഗ്നൽ തന്നില്ല എന്നാണെങ്കിൽ നമ്മൾ രണ്ടാമത് നോക്കുന്നത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് വന്ന് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നാണ്. ഇത് നമ്മളൊരു പ്രീവിയസ് ഹയർ ലോ ആണ്. സോ നമ്മളൊരു മേജർ ഏരിയ ആണ്. സോ ഇവിടെ പ്രൈസ് നമുക്കൊരു ബുള്ളി സിഗ്നലോ ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ പ്രൈസ് ഇവിടെ വന്ന് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നോക്കും. നമുക്ക് ഇവിടെ നിന്നൊരു കൺഫർമേഷനും റിജക്ഷനും ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ബൈ എടുക്കും. നമ്മൾ ഇവിടെ നിന്ന് ബൈ എടുത്ത് ഇതുവരെ നമുക്ക് ടാർഗറ്റ് സുഖമായിട്ട് വയ്ക്കാവുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് 2 പ്ലാൻ ആക്സിസ് ബാങ്കിൽ ഇത് തന്നെയായിരിക്കും. ലാസ്റ്റ് നമ്മൾ പ്ലാൻ സി എന്താണെന്ന് വെച്ചാൽ വൺസ് ഈ ഒരു ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത്
ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ പ്രൈസ് തിരിച്ച് വരാനായിരിക്കും. ഇവിടെയൊക്കെ തിരിച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം ഈ ഒരു ഏരിയയിൽ വരെ. ഇത് നമുക്കൊരു ടാർഗറ്റായിട്ട് വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ആക്സിസ് ബാങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മളെ പ്ലാൻ ഇതായിരിക്കും. ഭാരതി എയർടെലിൻ്റെ സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്യുവർ അപ് ട്രെൻഡ് ആയിരുന്നു. ഇവിടെ ഒരു ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ കഴിഞ്ഞിട്ടിപ്പം പ്രൈസ് ഒന്ന് എക്സോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ റിജക്ഷൻസും തരുന്നുണ്ട്. സോ ഇതിൽ ഇമ്മീഡിയറ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് എനിക്ക് ഒരു ബുള്ളിഷ് മൂവ് തരുവാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ബൈ എടുക്കാൻ ഉള്ള ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ബൈ ആയിരിക്കും ഫസ്റ്റ് എടുക്കുന്നത്. ഇതായിരിക്കും ഇതിലെൻ്റെ പ്ലാന്. കാര്യം ഇത് നമുക്ക് പ്രൈസ് ഒരു ഹൈ അപ് ട്രെൻഡാണ്. ഹയർ ഹൈ ഉണ്ടാക്കി ഇവിടുന്ന് പ്രൈസ് എക്സോസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് താഴ്ന്ന റിജക്ഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു അടുത്തൊരു ഹയർ ഹൈ ഉണ്ടാക്കാനായിരിക്കും മാർക്കറ്റ് പോകുന്നത്. സോ ഇതായിരിക്കും എയർടെൽ എൻ്റെ പ്ലാൻ എ. ഇനി അതല്ല, പ്രൈസ് അവിടെ നിന്നില്ല, വീണ്ടും താഴോട്ട് ഇറങ്ങി, ഇതാണെങ്കിൽ രണ്ടാമത് ഞാൻ നോക്കുന്നത് ഈ ഒരു ഇതെനിക്കൊരു മേജർ കീ ലെവലാണ്. സോ വൺസ് ഈ ഒരു ഏരിയയിൽ പ്രൈസ് വരുമ്പോൾ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നായിരിക്കും ഞാൻ നോക്കുന്നത്. ഇവിടം വരെ പ്രൈസ് വരുമ്പോഴും ഞാൻ അപ്പോഴും ബൈ ചെയ്യാൻ തന്നെയായിരിക്കും നോക്കുന്നത്. വൺസ് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്കൊരു ഇനഫ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് ബൈ ഓർഡർ തന്നെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഓൺലി വിത്ത് ഇനഫ് കൺഫർമേഷൻ ഞാൻ ഇവിടുന്ന് ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് ആ ടൈമിലുള്ളെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ബുള്ളിഷ് ആണെന്ന് എനിക്ക് എവിഡൻസ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ പ്രൈസ് നിന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്മളെ മേജർ ഏരിയയിലോട്ട് പ്രൈസ് വന്ന് അവിടെ നമുക്ക് റിജക്ഷൻസ് തന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഒരു ബൈ ഓർഡർ ആയിരിക്കും ഞാൻ ഇവിടത്തേക്ക് നോക്കുന്നത്. സോ ഇതായിരിക്കും എൻ്റെ പ്ലാൻ എയും പ്ലാൻ ബിയും. ഇനി ലാസ്റ്റ് നമ്മളെ പ്ലാൻ സി എന്താണെന്ന് വെച്ചാൽ ഇതെനിക്കൊരു മേജർ ലെവലാണെന്ന് ഞാൻ പറഞ്ഞു. സോ വൺസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പിന്നെ നോക്കുന്ന സെൽ സൈഡ് ആയിരിക്കും. സോ വീണ്ടും പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, എക്സോസ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് ഇനഫ് കൺഫർമേഷൻസും എവിഡൻസും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്യും. എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വയ്ക്കാം. ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെച്ച് എനിക്ക് ഇവിടുന്ന് ഷോർട്ട് സെല് ചെയ്യാം. സോ ഇതിലെ പ്ലാൻസ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് ഒരു ബുള്ളിഷ് പ്രഷർ, അല്ലെങ്കിൽ അത് ബുള്ളിഷ് പ്രഷറാണ് മാർക്കറ്റിലുള്ളതെന്ന് എനിക്കൊരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഓൾറെഡി നമുക്കിവിടെ കുറച്ച് എവിഡൻസ് ഉണ്ട്. കാര്യം അപ് ട്രെൻഡാണ്. ഒരു ഹയർ ഹൈ ഉണ്ടാക്കി പ്രൈസ് അത് കഴിഞ്ഞ് എക്സോസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ വേറെ കുറച്ച് വിക്സ് തരുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് പ്രഷറാണ് കാണുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടുന്നൊരു ബൈ ആയിരിക്കും ഞാൻ നോക്കുന്നത്. അതല്ല, രണ്ടാമത് ആ ഏരിയയിൽ പ്രൈസ് നിന്നില്ലെങ്കിൽ എൻ്റെ മേജർ ഏരിയയിലോട്ട് പ്രൈസ് വന്ന് എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് നോക്കും. സോ ഈ ഒരു ഏരിയയിൽ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് റിജക്ഷൻസും ഇനഫ് റിജക്ഷൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു ബുള്ളിഷ് പ്രഷറാണ് ഞാൻ കാണുന്നതെങ്കിൽ ഞാൻ പ്രൈസ് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ഈ ഒരു ഏരിയയിൽ ബൈ ഓർഡർ ആയിരിക്കും എടുക്കുന്നത്. ഇതുവരെ എനിക്ക് ടാർഗറ്റ് വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെൽ സൈഡ് നോക്കാം. സോ എയർടെല്ലിൽ നമ്മളെ പ്ലാൻ, അതായത് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെയും ഒക്കെ പ്ലാൻ ഇത് തന്നെയാണ് ഈ വീക്കിലത്തേക്ക്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ക്ലീൻ സ്ട്രക്ചറാണ്. ഇതൊരു അപ് ട്രെൻഡാണ് സ്ട്രക്ചർ വൈസ്. നമുക്ക് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി മാർക്കറ്റ് ഒരു അപ് ട്രെൻഡാണ് നമുക്കിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ നോക്കുന്നത് എൻ്റെ മേജറായിട്ടുള്ള രണ്ട് ലെവൽസ് ഇത് രണ്ടുമായിരിക്കും. ഇവിടെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നായിരിക്കും ഞാൻ നോക്കുന്നത്. സോ ഫസ്റ്റ് എൻ്റെ ഇമ്മീഡിയറ്റ് പ്ലാൻ ഇത് എനിക്ക് ഇവിടുന്ന് ഒരു പുഷ് ഫേസ് കഴിഞ്ഞൊരു എക്സോഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കിനി ഇവിടുന്ന് ഒരു കൺഫർമേഷനും ഒരു ബുള്ളിഷ് പ്രഷറും എനിക്കത് എവിഡൻസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു ബൈ ഓർഡർ എടുക്കും. ഇതായിരിക്കും എൻ്റെ പ്ലാൻ എ. അതല്ലെങ്കിൽ പ്രൈസ് താഴെ എൻ്റെ രണ്ടാമത്തെ ഏരിയയിൽ പ്രൈസ് വന്നിട്ട് ഇവിടുന്ന് എനിക്കൊരു ബൈ എടുക്കാനുള്ള എവിഡൻസ് കിട്ടുമെന്ന് നോക്കും. എന്നിട്ട് എൻ്റെ പ്ലാൻ ബി ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാനായിരിക്കും. ഇത് രണ്ടുമായിരിക്കും. ഇങ്ങനെ രണ്ട് ബൈ ഓർഡർ എടുക്കാനായിരിക്കും ഇതിലെൻ്റെ മെയിനായിട്ടുള്ള രണ്ട് പ്ലാൻ.
ഇനി ഇതല്ല മാർക്കറ്റിൽ സംഭവിക്കുന്നത്. മാർക്കറ്റിൽ ഈ എൻ്റെ ഞാൻ എൻ്റെ ഒരു മെയിൻ ഏരിയ ആണ്, അല്ലെങ്കിൽ മെയിൻ ലെവലാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ പ്രൈസ് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ ഞാൻ സ്റ്റിൽ ബൈ തന്നെ ആയിരിക്കും നോക്കുന്നത്. വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സോഷൻ ഫേസിൽ ഞാനൊരു സെൽ ഓർഡർ നോക്കും. ഈ ഒരു ഏരിയ വരെയൊക്കെ എനിക്ക് സുഖമായിട്ട് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സോ ICICI ബാങ്കിൽ നമ്മളെ നെക്സ്റ്റ് വീക്ക് പ്ലാൻ ഇത് തന്നെ ആയിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഏത് സ്റ്റോക്കാന്ന് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കുന്നത് നമ്മളെ വിപ്രോ ആണ്. വിപ്രോയിൽ നമുക്കിവിടെ ഒരു ക്ലീൻ ആയിട്ടൊരു അപ് ട്രെൻഡാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷേ നമുക്കിതൊരു പുഷ് ഫേസ് ആണെന്ന് നമുക്ക് മനസ്സിലാവാം. സോ നമ്മളിവിടെ ഒരു എക്സോഷന് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. നമ്മളെപ്പോഴും ബ്രേക്ക് ഔട്ട്സിൽ എൻട്രി എടുക്കാൻ പറയത്തില്ല. നമ്മളൊരു എക്സോഷൻ അല്ലെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഒരു എക്സോഷൻ തന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ പറയുന്നത്, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്തു. സോ നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയുടെ ഫസ്റ്റ് നമ്മളെ പ്ലാന് ഈ ഒരു ഏരിയയുടെ മുകളിൽ എവിടെയെങ്കിലും പ്രൈസ് വന്ന് എക്സോസ്റ്റ് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് വിക്ക് റിജക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ്, എനിക്ക് ബുള്ളിഷ് ആണെന്ന എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബൈ ഓർഡർ എടുക്കാനായിരിക്കും. ഈ ഏരിയയുടെ മുകളിൽ എവിടെ പ്രൈസ് വന്ന് എക്സോസ്റ്റ് ചെയ്താലും ബൈ ഓർഡർ എടുക്കാനായിരിക്കും എൻ്റെ പ്ലാൻ. അതല്ല എൻ്റെ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഈ ഏരിയ തന്നെ വന്നിട്ട് നമുക്ക് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബൈ ഓർഡർ നമുക്ക് എടുത്ത് ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഇത് രണ്ടുമായിരിക്കും എൻ്റെ പ്ലാൻസ് ഇനിഷ്യലി നോക്കുമ്പോഴത്തേക്കും. അതല്ല വൺസ് പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റീടെസ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു സെൽ ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ഈ ഒരു എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഷോർട്ട് സെല് ചെയ്യാം. ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. സോ ഇതിൽ നമ്മളെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഏരിയയുടെ മേളിൽ എവിടെയെങ്കിലും പ്രൈസ് വന്ന് റീടെസ്റ്റ് തരുമോ എന്ന് നോക്കും. അത് സംഭവിച്ചില്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വന്ന് റിജക്ഷൻസ് തരുമോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് പ്രഷറോ അല്ലെങ്കിൽ ബുള്ളിഷ് ബിഹേവിയറോ മാർക്കറ്റ് കാണിക്കുകയാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ബൈ ഓർഡർ പ്ലേസ് ചെയ്യും. അതല്ല ഈ ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്സോഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ളവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന 5 സ്റ്റോക്സാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. സോ അതിലെ നമ്മളെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഒന്നുകൂടി പറയട്ടെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്ലാൻ തന്നെ ചെയ്യണോ എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഈ ഒരു സ്റ്റോക്സിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ്. സോ ഇത് ഈ ഒരു ഐഡിയയും വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രാറ്റജീസും വെച്ചിട്ട് നിങ്ങൾക്ക് ബെറ്റർ ട്രേഡ്സ് എടുക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വീക്കെൻഡിലും നമ്മൾ ഇതുപോലെ 5 സ്റ്റോക്സുമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീക്ക് നമ്മൾ പറഞ്ഞ സ്റ്റോക്സ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ പോയിരിക്കുന്നതെന്നും നമുക്ക് ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നടത്തിയിട്ടായിരിക്കും നമ്മൾ പുതിയതായിട്ട് 5 സ്റ്റോക്സിനെ പരിചയപ്പെടുത്തുന്നത്. സോ ഇതുപോലത്തുള്ള നല്ല കണ്ടൻസ് കിട്ടാനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.